അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് പറയാണ്, ഔസീനി, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം നൽകുക. മഹാന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഒരു നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബ് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം പറയുമോ എന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു മറുപടി, ലാ തക്കല്ലം, നീ സംസാരിക്കരുത്. ഒറ്റയടിക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നീ സംസാരിക്കരുത്. ഇതിൽ നമുക്ക് എത്രയോ പാഠങ്ങളുണ്ട്. സംസാരം കൊണ്ട് എന്തെല്ലാം അപകടങ്ങളുണ്ട്. അതൊന്നും വിവരമില്ലാത്തവൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവനെ നരകത്തിലെത്തിക്കുക ആ സംസാരം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒറ്റയടിക്ക് പറയുന്നത് അതാണ് നല്ലത്, നീ സംസാരിക്കാതിരിക്കുക. രണ്ടാളെ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു പോകും. നമ്മുടെ നാക്കിലൂടെ ഗീബത്തും നമീമത്തും മറ്റുള്ള എന്തെല്ലാം അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്കുകളൊക്കെ നമ്മുടെ സംസാരത്തിൽ വന്നുപോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞത്, ഒറ്റടിക്ക് പറഞ്ഞത്, ലാ തക്കല്ലം, നീ സംസാരിക്കരുത് എന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, മോനെ, നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല, സംസാരിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫതകല്ലം ബിഹഖ് ഔ ഉസ്കുത്, സത്യമല്ലാതെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ലാതെ ഒരിക്കലും പോലും നീ സംസാരിച്ചു പോകരുത്. അല്ലെങ്കിൽ നീ മുണ്ടാതിരിക്കുന്നതാണ്, സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിനേക്ക് വലിയൊരു ആവേശമായി, നല്ലൊരു ഉപദേശമാണല്ലോ ബഹുമാനപ്പെട്ടവർ നൽകിയത്. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയാണ്, സിദിനി, എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. ആ സമയത്ത് വീണ്ടും രണ്ടാമതൊരു ഉപദേശം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലാ തഗ്ളബ്, നീ ദ്വേഷപ്പെടരുതേ. വല്ലാത്തൊരു വാക്കാണ്, ഒരിക്കലും പോലും ഉണ്ടാകാൻ പാടില്ല ദ്വേഷമെന്നുള്ളത്. അതിൻ്റെ അപകടം, അതിൻ്റെ നാശം ചെറുതൊന്നുമല്ല. ഒരാൾ ദേഷ്യപ്പെടുമ്പോഴേക്ക് അയാൾ അതുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ നന്മകളും എല്ലാ ഗൗരവങ്ങളും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ എന്തെല്ലാം സംസാരങ്ങൾ വരികയാണ്. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഇജ്ജത്ത് തന്നെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുതേ. നിന്റെ ദ്വേഷത്തിന് നിനക്ക് നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ദേഷ്യം എന്നുള്ളത് അത് മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. എത്ര ദേഷ്യപ്പെടേണ്ട എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിനക്ക് ദേഷ്യപ്പെടാതിരിക്കലാണ് ഏറ്റവും നല്ലത്, അത് ഉത്തമമാണ്. എത്ര ദേഷ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ദേഷ്യപ്പെടാതിരിക്കുക, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, നമ്മുടെ തടീച്ചയെ നിയന്ത്രിക്കുക, അത് വലിയൊരു തൗഫീഖാണ്. ഇനി അങ്ങനെയല്ല, ദേഷ്യപ്പെടേണ്ടി വന്നു, ദേഷ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ നീ ശ്രദ്ധിക്കേണ്ടത്, ഫംസിക് ലിസാനക വയദക, മോനെ, ദേഷ്യം വരുമ്പോഴേക്ക് പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത് നിന്റെ നാവും നിന്റെ കയ്യുമാണ്. അതേ, നാവിന് സൂക്ഷിച്ചോ. ദേഷ്യപ്പെടുമ്പോഴേക്ക് നാവിൽ നിന്ന് ഒരു സംസാരം പോലും അതേ എല്ലാവരാളും വേദനിപ്പിക്കുന്ന അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു വാക്കുപോലും നിന്റെ നാവിൽ നിന്ന് വരരുത്. കീഴിലുള്ളവരാളോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ കൈ ചിലപ്പോൾ പ്രവർത്തിച്ചു എന്ന് വരാം. അപ്പോൾ അവിടെയും നിന്റെ കയ്യിനെ നീ സൂക്ഷിക്കണേ, പിടിച്ചു നിർത്തണേ എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊരു ഉപദേശമാണ്! വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും എവിടെ എന്നില്ല, എല്ലാ സമയത്തും നാം ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദേഷ്യത്തോടു കൂടെ നമ്മുടെ നാക്കിലൂടെ എന്തെല്ലാം സംസാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ വന്നു പോവുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം ബഹുമാനപ്പെട്ടവരെ ഉപദേശം. ഈ ഉപദേശങ്ങളൊക്കെ കേട്ട മനുഷ്യനിക്ക് വല്ലാത്ത ആവേശം തോന്നി. നല്ലൊരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവരോട് വീണ്ടും പറയാണ്, സിദിനി, എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തരുമോ? അങ്ങനെ ബഹുമാനപ്പെട്ടവർ വീണ്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ
മനുഷ്യന്മാരോട് ഇടപെടാൻ പാടില്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതെ, മനുഷ്യന്മാരോട് ഇടപെടുമ്പോൾ, മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ നാമുമായി ബന്ധപ്പെട്ട കൂട്ടുകാരോ അയൽവാസികളോ കുടുംബത്തിൽ ആരാണെങ്കിൽ അവരോട് ഇടപെടുമ്പോൾ കുറേ ഹക്കടപാടുകൾ, കുറേ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നാം ഇടപെട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയ നാശമായി തീരും. അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ആരോടും ഇടപെടാതിരിക്കലാണ് ഖൈർ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിനക്കെല്ലാവരുമായിട്ട് നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയേ നിനക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നീ വളരെ ഗൗരവത്തോടു കൂടെ നീ ശ്രദ്ധിക്കണം. ഫസ്ദിക്കൽ ഹദീസ വഅദ്ദൽ അമാന, അവരോട് നീ സത്യമേ പറയണം, ആരും നീ ചതിക്കരുത്. ഒരാളെ ചതിക്കുന്ന ഒരവസ്ഥ നിനക്കുണ്ടാകരുത്. പലപ്പോഴും കൂട്ടുകെട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ വിശ്വസിച്ചു പോകും. അങ്ങനെ ആരെങ്കിലും നമ്മെ വിശ്വസിച്ചാൽ അവനൊരിക്കലും നാം ദ്രോഹം ചെയ്യരുതേ. അതൊരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വിഷയമാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനമേറിയ ഒരു 3 ഉപദേശം ആ കൂട്ടുകാരനക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തതിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. അതൊക്കെയും ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.